എന്നെ തകർക്കുവാനുള്ള എന്തെല്ലാം സാഹചര്യങ്ങൾ കൊണ്ടുവന്നാലോ എന്റെ മുന്നിലെ വഴികൾ സകലതും നീ ഒന്നൊന്നായി അടച്ചു കളഞ്ഞാലോ, ഒന്നുകൂടെ ഞാൻ എടുത്തു പറഞ്ഞാൽ കാൽച്ചുവട്ടിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്ന സാഹചര്യം വന്നാൽ പോലോ ഞാൻ ഭയപ്പെടത്തില്ലെന്ന് ആത്മമണ്ഡലത്തിനകത്ത് കൃപയുള്ള ദൈവജനം പറയടാ. എനിക്ക് എന്ത് വന്നാലോ, ഏതു തകർച്ചയുടെ സാഹചര്യം എനിക്ക് കൊണ്ടുവന്നാലോ, ഏതു തകർച്ചയ്ക്കകത്തുകൂടെ എന്നെ കടത്തിവിട്ടാലോ, ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ പറയാ, തീയുടെ നടുവിൽ കൂടെ ഞാൻ കടന്നു പോയാലോ എന്റെ ശരീരത്ത് ഒരു പൊള്ളല് പോലും ഏൽക്കാതെ എന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവ സാന്നിധ്യം. എനിക്കറിയാം ആ സാന്നിധ്യം ഇതിനകത്ത് ശക്തിയോടെ ചലിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരുടെ മേലൊക്കെ ഹല്ലേലൂയ ഇറങ്ങി നിൽക്കുന്ന ശത്രുവിന്റെ സൈന്യത്തിന് നേരെ പടവെട്ടാനൊരഭിഷേകം. ഹല്ലേലൂയ, പടവെട്ടാനൊരഭിഷേകം. ഇനി നീ കാണുന്നത് ശത്രുവിന്റെ സൈന്യത്തെ അല്ല, ഇനി നീ കാണുന്നത് ശത്രുവിന്റെ സൈന്യത്തെ അല്ല, നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൂതന്മാരെ. എത്ര പേര് രാത്രി ആത്മാവിൽ അത് കാണുന്നുണ്ട്, എത്ര പേര് ആത്മാവിൽ അത് കാണുന്നുണ്ട്. ഹല്ലേലൂയ, എന്റെ നേരെ എനിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ, എനിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ. ഹല്ലേലൂയ. ഈ ദൂതിങ്ങനെ പറയുമ്പോൾ ഇതിന്റെ പിന്നില് ദാവീദിന് പറയാനൊരു ചരിത്രമുണ്ട്. സകലവും നഷ്ടപ്പെട്ട് സിക്ലാഗിൽ വന്ന് നിൽക്കുമ്പോൾ ഹല്ലേലൂയ ബലമില്ലാതാകുവോളം അഭിഷക്തൻ അവിടെ ഇരുന്ന് കരയുകയാ. എന്താ? തനിക്കുള്ള സകലതും നഷ്ടപ്പെട്ടു പോയി. ഇനി എന്താ ചെയ്യുക എന്നുള്ള സാഹചര്യത്തിൽ അവിടെ നിന്നിട്ട് ബലമില്ലാതെയാകുവോളം കരഞ്ഞു, ബലമില്ലാതെയാകുവോളം നിലവിളിക്കുകയാ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ നിലവിളിക്ക് മുന്നില് വഴി തുറക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, ദാവീദ് ചോദിക്കുക, ഹല്ലേലൂയ, എന്നെ കരച്ചിലെ ആക്കിയ, എന്നെ തകർത്ത ഈ പ്രശ്നമില്ലേ, എന്നെ നശിപ്പിച്ച ഈ പ്രശ്നമില്ലേ, എന്നെ വേദനിപ്പിക്കുന്ന ഈ പ്രശ്നമില്ലേ, ഇതിനെ ഞാൻ പിന്തുടരണമോന്ന്, ഇതിനെ ഞാൻ പിടിക്കണമോന്ന്. ഹല്ലേലൂയ. നിന്നെ തകർക്കുന്ന ആ വിഷയമില്ലേ, നിന്നെ വേദനിപ്പിക്കുന്ന ആ വിഷയമില്ലേ, അതിനെ നിയോഗത്തോടെ ഒന്ന് ജയിക്കാൻ, നിയോഗത്തോടെ അതിനെ ഒന്ന് ജയിക്കാൻ ഇന്ന് രാത്രി എത്ര പേർക്ക്? ഒരു സുപ്രഭാതം കഴിഞ്ഞപ്പോൾ തന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന എല്ലാതും നഷ്ടപ്പെട്ടു പോയി. ആരുമില്ലാത്ത അവസ്ഥ. ആ പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് താൻ വാവിട്ട് നിലവിളിക്കുകയാ, വാവിട്ട് കരയുകയാ. എന്നിട്ട് പറയുന്നു, കർത്താവിനോട് ചോദിക്കുക, ഞാനിതിനെ പിന്തുടരണമോ, ഞാനിതിനെ പിടിക്കണമോ? കർത്താവ് പറയുന്നു, നീ പിടിക്ക, നിശ്ചയമായി നീ അതിനെ പിടിക്കോ. തകർന്നു പോയതിനെ നീ മടക്കി കൊണ്ടുവരോ. ഹല്ലേലൂയ. ഉടഞ്ഞു പോയതിനെ നീ മടക്കി കൊണ്ടുവരോ. നിന്റെ കണ്ണിൽ നിന്ന്, നിന്റെ കരത്തിൽ നിന്ന് പിശാച് പിടിച്ചു മേടിച്ച ചിലതില്ലേ, പിശാച് പിടിച്ചോണ്ട് പോയ ചിലതില്ലേ. ഹല്ലേലൂയ. പലപ്പോഴും നീ ഹോൾഡ് ചെയ്ത് വെച്ചത് എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു, നീ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത് പലതും പിശാച് പിടിച്ചുകൊണ്ടുപോയി, പലതും പിശാച് പിടിച്ചു കൊണ്ടുപോയി. മറ്റൊരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി മുതൽ അതിനെ തിരിച്ചു പിടിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, അതിനെ തിരിച്ചു പിടിക്കാൻ ഒരു ധൈര്യമുണ്ടെങ്കിൽ ആത്മമണ്ഡലത്തിൽ പറഞ്ഞു തുടങ്ങണം, എനിക്കെതിരായി ശത്രു ഏതെല്ലാം വലിയ പദ്ധതി ഒരുക്കിയാലോ, എനിക്കെതിരെ പിശാച് ഏതെല്ലാം പ്ലാനുകൾ കൊണ്ടുവന്നാലോ, ഹല്ലേലൂയ, ഞാൻ ഭയപ്പെടത്തില്ലെന്ന് ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനം ഒന്ന് നടത്തുവാൻ. വിശ്വാസത്തോടെ വിശ്വാസത്തിനൊരു പ്രഖ്യാപനം നടത്താൻ ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് ആ ധൈര്യമുണ്ട്. ഞാൻ അതിനെ തിരിച്ചു പിടിക്കും. നിന്റെ ആത്മീക മേഖലയാണോ പിശാച് കൊണ്ടുപോയത്? നിന്റെ പ്രാർത്ഥന അന്തരീക്ഷത്തെയാണോ പിശാച് കൊണ്ടുവന്നത്, കൊണ്ടുപോയത്? നിന്റെ ആരാധനയാണോ പിശാച് പിടിച്ചു കൊണ്ടുപോയത്? ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിനകത്ത് അതിനെ ഒന്ന് തിരിച്ചു പിടിക്കാൻ, ഒന്ന് തിരിച്ചു
ഒരുമിച്ച് പിടിക്കാൻ എത്ര പേർ ഇന്ന് രാത്രി റെഡിയാണ്?